ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നേർക്കുനേർ. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും പരസ്പരം പോർവിളിച്ചു. മന്ത്രിമാർക്ക് മൈക്ക് കിട്ടുമ്പോൾ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെ അപമാനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സോണിയെ തെരുവിലിട്ട് തല്ലാൻ അവസരം നൽകിയത് കോൺഗ്രസ് ആണെന്ന് പി രാജീവ് മറുപടി നൽകി. പ്രതിഷേധം കടുപ്പിച്ച് ഒടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ചോദ്യോത്തരം ആരംഭിച്ച മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചു. മുഖ്യമന്ത്രി ഇന്നലെ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് വി ഡി സതീശൻ. ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. സതീശൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്പീക്കർ. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ മന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തിറങ്ങി. പാർലമെന്ററി മര്യാദകളെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു. അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സർ. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ ജനതാല്പര്യമല്ല. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെത്തിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല. ഏതാവൊരു കനകോലും പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. പ്രതിഷേധം കടുപ്പിച്ച് പുറത്തിറങ്ങിയ പ്രതിപക്ഷം സഭാ കവാടത്തിലെത്തി. മന്ത്രിമാർക്ക് വി ഡി സതീശന്റെ മറുപടി അവിടെ വെച്ച്. 5 മന്ത്രിമാരും അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കാതെ എനിക്ക് വിരോധമില്ല. കാരണം അവർ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെങ്ങനെ നോ പറയുന്നു. അവർ നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. സഭാ നടപടികളുമായി സഹകരിക്കാത്ത പ്രതിപക്ഷ നിലപാടിനെതിരെ നിയമസഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് പ്രമേയം കൊണ്ടുവന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന സഭാ സമ്മേളനമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടാണ് ഭരണപക്ഷത്തിന്റെ നീക്കം മുഴുവൻ. ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിനേക്കാൾ മേൽക്കൈ നേടാൻ കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. മീഡിയ 1 തിരുവനന്തപുരം.